ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. അപ്പൊ ഈ ഒരു സീരീസിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സിക്കിമിലെ വിശേഷങ്ങളാണ്. ഞാനിപ്പോ നിൽക്കുന്നത് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിലെ ഒരു ഹോട്ടലിലാണ്. 1975 രൂപീകരിക്കപ്പെട്ട ഇന്ത്യയോട് ചേർന്ന സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിലെ ലൈഫും മാർക്കറ്റും ഒക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരു ടിപ്പിക്കൽ മലയോര പ്രദേശത്ത് കാണുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഒരു ടെറസ് ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിലെ പബ്ലിക് ബിൽഡിങ്ങുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പാലങ്ങൾ വഴി കണക്റ്റഡുമാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഓപ്പൺ സ്പേസ് വഴി ഹിമാലയാസിന്റെ ഒരു നല്ല വ്യൂവും കാണാം. ഞങ്ങളിവിടെ ഒരു ലോക്കൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനൊരു സംഭവം കണ്ടു, ഒരു ജെല്ലി പോലൊരു സാധനം. ഇതൊരു നാച്ചുറൽ ചീസാണ്, യാക് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചീസ്. നമ്മുടെ സാധാരണ ചീസിനേക്കാളും കട്ടിയും കൂടുതലാണ്. ഇതിന് ചുർപ്പി എന്നാണ് പറയുന്നത്. ചുർപ്പിയും ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു പൈൻ കോൺ പോലത്തെ എന്താണെന്ന് മനസ്സിലാവാത്തൊരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്നുള്ള ഇലക്കറികളും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു മാർക്കറ്റിന് പുറത്ത് സിറ്റി സെന്റർ പോലുള്ള ഏരിയയിൽ ഒരു തിയേറ്ററും ഉണ്ട്. സെന്ററിൽ നിന്ന് ഞങ്ങൾ MG മാർക്കിലേക്ക് നടക്കുമ്പോൾ ഒരു സൈഡിലെ സ്ട്രീറ്റ് മാർക്കറ്റാണ് ഇവിടെ. കൂടുതൽ വസ്ത്രങ്ങളും വിന്റർ ക്ലോത്ത് സ്പെഷ്യലിയും സൊവനിയേഴ്സും ഒക്കെ കാണാം ഇവിടെ. MG മാർക്കിൽ ഞങ്ങളെ ഒരു റെഡ് പാണ്ട സ്റ്റാച്ചു ആണ് വെൽക്കം ചെയ്തത്. ഇത് സ്റ്റേറ്റ് അനിമലാണ്, സിക്കിമിന്റെ എൻഡേഞ്ചേർഡ് സ്പീഷീസും ആണ്. MG മാർഗ് വേണമെങ്കിൽ നമുക്ക് ഹാർട്ട് ഓഫ് ഗാങ്ടോക്ക് എന്ന് പറയാം. ഒരു പെഡസ്ട്രിയൻ ഉള്ള സോൺ ആണ് ഇത്, രണ്ടു വശത്തും ഷോപ്പൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനെ ഫിക്സ് ചെയ്യാതെ ഞങ്ങൾ ഗാങ്ടോക്കിന്റെ ഫുട്പാത്ത് വഴി വെറുതെ ഗാങ്ടോക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. സാധാരണ ഒരു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ സിറ്റിയെ അപേക്ഷിച്ച് ഒരു ഡിഫറെന്റ് വൈബ് തന്നെയാണ് ഗാങ്ടോക്ക്. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടത് ഗാങ്ടോക്കിലാണ്. ടെറൈൻ ഇഷ്യൂ കാരണം തന്നെ ഇവിടത്തെ റോഡുകളെല്ലാം നാരോ ആണ്, അതുകൊണ്ട് തന്നെ ട്രാഫിക്കും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ആരും ഓവർടേക്ക് ചെയ്ത് കയറുകയോ ലെയിൻ തെറ്റിക്കുകയോ ഒന്നും ചെയ്യുന്നുമില്ല. പെഡസ്ട്രിയൻ ഏരിയകളെല്ലാം നന്നായിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് മെയിൻ്റെനൻസും ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലവേഴ്സ് ഇവിടെ ഒരു ലൈഫിൽ മെയിൻ പാർട്ടാണ്. ഫ്ലവർ ഡെക്കറേഷൻ, ബൊക്കെ ഗിഫ്റ്റിംഗ് ഒക്കെ ഇവിടെ ഒരു നോർമൽ തിങ് ആണ്. ചെറുതും വലുതുമായ പൂക്കടകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഒന്നുകൂടി MG മാർഗിലേക്ക് പോവുകയാണ്. രാത്രി നൈറ്റ് ലൈഫ് എന്താണെന്ന് കാണാനായിട്ട് മാത്രമായിട്ട്. പകൽ ടൈമിൽ നിന്ന് വ്യത്യാസമായിട്ട് ലൈറ്റിംഗ് മാത്രമാണുള്ളത്. സെന്ററിൽ ലൈറ്റുകളുണ്ട്, എല്ലാ ഷോപ്സിന്റെ ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഒരു കാം ആൻഡ് പീസ്ഫുൾ വൈബ് തന്നെയാണ് MG മാർഗ് ഇപ്പോഴും തരുന്നത്. അതുപോലെ നോട്ടബിൾ ആണ് ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ ഡ്രസ്സിംഗ് സെൻസ്. നല്ല ഫാഷൻ ഫോർവേഡ് ആളുകളാണ്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും. അങ്ങനെ ഗാങ്ടോക്കിലെ ലാസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്ത് അടുത്ത ദിവസം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പൊ നോർത്ത് സിക്കിം ഒന്നുകൂടി ഒന്ന് കാണണം. വേറെയും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ട് ഇനി എന്തായാലും ഒന്നുകൂടി തിരിച്ചു വരും. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.